ഓണമായാലും വിഷു ആയാലും കല്യാണമായാലും സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് കുറുക്ക് കാളൻ. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. കുറുക്ക് കാളൻ തയ്യാറാക്കാനായിട്ട് പച്ചക്കായ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞൊന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ സ്വല്പം ചരിച്ച് മുറിക്കാം. മുറിച്ചെടുത്ത ഏത്തക്കയിലെ കറയുടെ ചുവ പോകാൻ വേണ്ടിയിട്ട് ഇത് കഞ്ഞിവെള്ളത്തിലേക്ക് ഇടാം. ഇത് കഞ്ഞിവെള്ളത്തിൽ ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം പച്ചവെള്ളത്തിൽ 3 പ്രാവശ്യം കൂടി കഴുകിയെടുത്ത് മാറ്റിവെക്കാം. ഇനി വേണ്ടുന്നത് ചേനയാണ്. ഈ കാണുന്നത് പോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിക്കാം. ഏത്തക്കയും ചേനയും കൂടെ വേവിക്കുമ്പോൾ ചേനയ്ക്ക് വേവ് കുറവാണ്. അതുകൊണ്ടാണ് ചേന വലിയ കഷ്ണങ്ങളായി മുറിക്കുന്നത്. ചേനയും ഏത്തക്കയും എത്രയും എടുത്തു എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് കാണിച്ചിരിക്കുന്നത്. ഇനി വേണ്ടുന്നത് തേങ്ങാപ്പീരയാണ്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി തിരുമിയതാണ് ഇത്. 1 കപ്പ് ഉണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു ജാറിലേക്ക് 600 ml തൈര് ഒഴിക്കാം. വെള്ളം ചേർക്കാതെ ഇതൊന്ന് ഉടച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇത് ഉടച്ചെടുക്കണം, ഇല്ലെങ്കിൽ തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞു പോകും. ഇനി ഒരു ചട്ടിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചേനയും ഏത്തക്കയും കൂടി ഇടാം. ഇനി ഇതിലേക്കൊരു പച്ചമുളക് നടുവേ കീറിയത് കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓൺ ചെയ്യാം. ഇടത്തരം എരിയുള്ള ഒരു പച്ചമുളകും കൂടാതെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും കഴിക്കാം. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെന്തോന്നും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി വേകാനുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് പെട്ടെന്ന് മുറിഞ്ഞു വരുന്നുണ്ട്. ചേനയും ഏത്തക്കയും നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം മുഴുവൻ വറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചേന കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് നെയ്യ് കൂടി ചേർക്കാമെങ്കിൽ നല്ലൊരു സ്വാദ് കിട്ടും. തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തൈര് ഒഴിച്ചതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കണം. തീ ഏറ്റവും കുറച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. മോര് ചെറുകെ ചൂടായി വരണം. ചൂടായി വരുന്തോറും ഇതിൻ്റെ മഞ്ഞ കളർ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. മോര് ചെറുതായി ചൂടായി കഴിഞ്ഞു. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത് തിളയ്ക്കുന്നിടം വരെയും ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. മോര് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നേരത്തെ കുറുകിയാണിരുന്നത്. ഇപ്പോൾ ഇച്ചിരി വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ചൂടാവും തോറും ഇത് വെള്ളം പോലെ ആയി വരും. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞു. ഇതിനി ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അതുപോലെ ഇത് പിരിഞ്ഞു പോകുന്ന പേടിയൊന്നും വേണ്ട. കൈ എടുക്കാതെ തിളയ്ക്കുന്നിടം വരെയും ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇത് തുടർച്ചയായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. ചെറുതായി ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഈ സമയം അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. തേങ്ങയുടെയും ജീരകത്തിൻ്റെയും പച്ചച്ചുവ മാറുന്നിടം വരെയും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിന് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ചേനയും ഏത്തക്കയും കൂടെ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടതാണ്.
പിന്നീട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുകയാണ്. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിഞ്ഞു. മാത്രമല്ല ഇത് കുറച്ചുകൂടി കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് കുറച്ചുകൂടെ കുറുകും. അതുകൊണ്ടാണ് ഈ പരുവത്തിൽ തീ ഓഫ് ചെയ്യുന്നത്. തീ ഓഫ് ചെയ്തതിന് ശേഷവും ഒരു 2 മിനിറ്റ് കൂടി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം മൺചട്ടിയുടെ ചൂടിൽ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് താളിച്ചു കൂടി ചേർക്കാം. നല്ലതുപോലെ ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർക്കാം. കടുക് കുറച്ച് കൂടുതലാണ് ഇതിന് ചേർക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പില ചേർക്കാം. ഉള്ളി ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറുക്ക് കാളനിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. കടുക് താളിക്കുന്ന സമയം കൊണ്ട് കുറുക്ക് കാളൻ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. എങ്കിലും തയ്യാറാക്കി വെച്ച് കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവൂ. എങ്കിലേ ഇതിൻ്റെ ശരിയായ സ്വാദ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന ഉലുവയുടെ ടേസ്റ്റൊക്കെ തൈരിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇത് നമുക്ക് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ തയ്യാറായി കഴിഞ്ഞു. ഇഞ്ചിക്കറിയും പച്ചടിയും ഒക്കെ പോലെ തന്നെ ഇതും ഒരു തൊടുകറിയുടെ വിഭാഗത്തിലാണ് വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം.